ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു പുതിയ ദിവസം കാണുവാൻ തക്കവണ്ണം ഈ പുതിയ വർഷം നമുക്ക് സഹായിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാവത്തിൽ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപാട് പുസ്തകത്താണല്ലോ ഈ വർഷത്തെ മുഴുവനായുള്ള നമ്മുടെ ധ്യാനം. അപ്പോൾ ഇത് 1-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം ഞാൻ പ്രകാരം വായിക്കുന്നു. അവൻ്റെ തലയും തലമുടി വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് സമവുമാകുന്നു. അപ്പോൾ ഇത് ഒരു വിവരണത്തിൻ്റെ, അതായത് യേശുക്രിസ്തു 7 സഭകൾക്ക് വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് മുൻപായിട്ടുള്ള തൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അതായത് ഇവിടെ രൂപാന്തരപ്പെട്ടതായ യേശുക്രിസ്തുവിനെ, അതായത് നമുക്കറിയാമല്ലോ രൂപാന്തരപ്പെടുന്നതായ ഒരു അവസ്ഥയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. മറുരൂപമലയിലാണ് അത് സംഭവിക്കുന്നത്. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. അപ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് എന്താണ് അതായത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ, അതായത് ഈ ഇന്നത്തെ ഈ വിഷയത്തിൻ്റെ ആധാരമായിട്ട് പറയുന്നത് ജീവൻ്റെ വെളിച്ചം. നമുക്ക് ഏവർക്കും ജീവൻ തരുവാൻ, എന്ത് ജീവനാണ്? നിത്യജീവൻ തരുവാൻ. അതായത് എൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ആ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ജീവൻ്റെ വെളിച്ചമായിട്ടാണ് യേശുക്രിസ്തു വരുന്നത്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിത്രീകരിക്കുന്നതായ ഭാഗമാണ് നാം മുമ്പേ വായിച്ചത്. അതായത് എങ്ങനെ വരുന്നു? അതായത് അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാല സമവുമാണ്. ഇത് ഓരോ കാര്യങ്ങളെ ചിത്രീകരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറയാം, പിതാവായ ദൈവത്തെക്കുറിച്ച് വയോധികനായവൻ ഇരുന്നു, സിംഹാസനങ്ങൾ വെച്ചു എന്ന് ദാനിയേൽ പുസ്തകത്തിലുണ്ട്. അതുപോലെ വെളിപാട് പുസ്തകത്തിൽ ഇതേ കാര്യം തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ യേശുവും അല്ലെങ്കിൽ പിതാവും അല്ലെങ്കിൽ ആ ഒരു ന്യായാസനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് മാത്രമല്ല, യേശുക്രിസ്തു എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം. അത് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. 1:18. അപ്പോൾ അതുപോലെ തന്നെ സങ്കീർത്തനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും എന്താണ്? നമ്മെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്ന അവസ്ഥ. നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപം നിറഞ്ഞതാണ്, പാപത്താൽ അതിൽ മുഴുകി കഴിയുന്നവരാണ്. അവയിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ച്, അതായത് നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കും. ഇപ്പോൾ ഈ ഹിമം പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കേരളത്തിൽ നമുക്ക് ഹിമം അല്ലെങ്കിൽ മഞ്ഞ് ഇല്ല. ചില സമയത്ത് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ചെറുതായിട്ടുള്ള കോടമഞ്ഞ് വരാറുണ്ട്. പക്ഷേ അതും തറയിൽ വരാറില്ല. പക്ഷേ നിങ്ങൾ വെളിരാജ്യങ്ങൾ പോവുകയാണെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ മഞ്ഞ് പെയ്യുന്നതായ കാഴ്ച ഞാൻ കണ്ടു. കാരണം ആദ്യമായിട്ട് കാണുകയായിരുന്നു. നമ്മൾ മഞ്ഞ് കണ്ടിട്ടുണ്ട്, ഐസ് ഫ്രിഡ്ജിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇതിങ്ങനെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വന്ന് തറയിൽ വീണിട്ട് അതിങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പോൾ അത് വെള്ളയാണ് നിറം. ആ തൂവെള്ള നിറം, അതായത് നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കും. ആയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. ഇവിടെ പറയുന്നുണ്ട്, ഈ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, അതായത് കണ്ണ് അഗ്നിജ്വാലയ്ക്ക് സമമാണ്. അഗ്നി എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ കറകളെല്ലാം മാറ്റുകയാണ്. നമുക്കറിയാം, ഒരു കൊല്ലൻ്റെ ആലയിൽ പോയാൽ അവിടെ കാണുന്നത് അവൻ്റെ സ്വർണം അല്ലെങ്കിൽ വെള്ളി അത് എടുത്ത് ഈ ആലയിൽ വെച്ച് നല്ലപോലെ പഴുപ്പിച്ച് അതിനകത്തുള്ളതായ സകല കീടങ്ങളും മാറ്റി എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ഭൂമിയിൽ ജീവിക്കുന്നവരായ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളതായ കറകളും എല്ലാം മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം ചെയ്യുന്നതായ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇബ്രാഹിം പറയുന്നുണ്ട്, അതേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല, എല്ലാം നഗ്നവും മലർന്നതുമാണ്. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും മറവിച്ച് അല്ലെങ്കിൽ ആരും കാണുന്നില്ല, സന്ധ്യയായി ഇരുട്ടായി ആരും കാണില്ല എന്നുള്ള ചിന്ത. പക്ഷേ ദൈവസന്നിധിയിലാണ് നാം നിൽക്കേണ്ടത്. അതായത് ഇബ്രാഹിം പറയുന്നത്, അവനിൽ മറഞ്ഞിരിക്കുന്നതായ ഒരു സൃഷ്ടിയുമല്ല, സകലവും അവൻ്റെ കണ്ണിൽ നഗ്നവും മലർന്നതുമാണ്. അപ്പോൾ ആ ദൈവത്തോടാണ് നാം അടുക്കേണ്ടത്. ആയതുകൊണ്ട് അതായത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായ ദൈവത്തോട് നാം അടുക്കണം. ആയതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സകല പാപവും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നീതി പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് വെളിപാട് 6 പറയുന്നുണ്ട്, ന്യായവിധിയുടെ അവസ്ഥയിൽ മലകളോടും പാറകളോടും ഞങ്ങളെ മൂടുവൻ പറയുന്നതായ ദുഷ്ടന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടുവാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പിന്നെയോ എന്താണ്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നിത്യരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം പൂർണ്ണമായിട്ട് പാപമില്ലാത്ത ഒരവസ്ഥയിൽ, അതായത് നിങ്ങളുടെ പാപം എത്ര ചുവപ്പായിരുന്നാലും അത് പഞ്ഞുപോലെ വെളുപ്പും എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, അതായത് ഊതിക്കഴിച്ചതായ സ്വർണം പോലെ അഗ്നിജ്വാല കൊണ്ട് പൂർണ്ണമായി നമ്മെ കഴി ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥയിൽ ആയിത്തീരുവാൻ നോക്കണം.
ഈ ഒരു ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ. കണിശമായിട്ടും ദൈവം നമുക്ക് വേണ്ടി കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമിക്കുന്നവനാണ്. ആയതുകൊണ്ട് ആ ദൈവത്തിന് നമുക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം. അതിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കണിശമായിട്ടും നമ്മുടെ പാപങ്ങളൊക്കെയും ദൈവം മാറ്റി, ഇവിടെ പറയുന്ന പോലെ അത് എത്ര കടിഞ്ഞുപ്പായിരുന്നാലും പഞ്ഞി പോലെ, ഹിമം പോലെ വെളുപ്പിക്കും. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ഉണ്ടാകുവാനൊക്കെ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസം അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. ഈ ദിവസം ആരംഭിക്കുമ്പോൾ അവിടുത്തെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകി വെടിപ്പാക്കുന്ന അവസ്ഥയിൽ അത് ദൈവസന്നിധിയിൽ കൊള്ളാവുന്നവരായി തീരുവാനൊക്കണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി അടിയങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ സമർപ്പണത്തെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യണം. യേശു കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം തന്നിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൻ്റെ ഈ ദിവസത്തിൽ ധാരാളമായി ദൈവത്തിന് നന്മകൾ പ്രാപിപ്പാൻ ഒരുക്കമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.